ഇന്ന് നമുക്ക് വെജിറ്റബിൾ പുലാവ് ചെയ്യാം. അതിനാവശ്യമായ സാധനങ്ങൾ: കോളിഫ്ലവർ ഒന്ന് ചുടുവെള്ളത്തിലിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കോളിഫ്ലവർ ചെറിയ പീസസാക്കി മാറ്റിയാൽ മതി. എടുത്ത പച്ചക്കറികളെല്ലാം തന്നെ ഒരുവിധം വലിപ്പത്തിൽ തന്നെയാണ് പീസസാക്കി വെച്ചിരിക്കുന്നത്. 300 ഗ്രാം ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് 20 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് അതിലെ വെള്ളം മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതെ, അല്പം എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ അരി അളന്ന ഗ്ലാസ്സിൽ 3 ഗ്ലാസ് ചൂടുള്ള വെള്ളവും. ഇത്രയും കാര്യങ്ങളാണ് വെജിറ്റബിൾ പുലാവിന് വേണ്ടത്. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. സ്റ്റൗവിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ബേ ലീവ്സ് ആദ്യം ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ 2 ചെറിയ കഷ്ണം പട്ട, ഒരു പകുതി സ്റ്റാർ, ഒരു 4 ഗ്രാമ്പു, ഒരു 10 കുരുമുളക്, 4 ഏലക്കായ, ഒരു വറ്റൽമുളക്. ഇത് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത്, അത് 2 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാത്രം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം ഇത് വെക്കാനായിട്ട് ഉപയോഗിക്കാം. ഉള്ളി ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറൊന്നും ആവണ്ട. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസാണ്. അത് 1/4 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് 1-2 മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് മറ്റൊരു ബർണറിൽ അരി എടുത്ത ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിക്ക് ഞാൻ ഇവിടെ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കാം. ചൂടാവട്ടെ. നമ്മളിപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിൽ മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ വെജിറ്റബിൾസിനും റൈസിനുള്ള ഉപ്പ് കൂടി നമുക്ക് വേണമല്ലോ. അതുകൊണ്ട് അതിനാവശ്യമായ ഉപ്പ് കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയിലെ ഒരു 1/2 പീസിൽ ജ്യൂസ് നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ആ കുരുവൊക്കെ മാറ്റണം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ. നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ്, ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പാകമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗവും നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കത് വീണ്ടും
മൂടി വെച്ച് കൊടുക്കാം. അതുപോലെ ഒരു 5 മിനിറ്റ് തന്നെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റാം. വീണ്ടും അതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമെല്ലാം പൂർണ്ണമായും വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇത് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫാണ്. മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി മാറ്റാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ നേരം വയ്ക്കണം. നമ്മൾ റൈസൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ മുകളിൽ കാണുന്ന ബേ ലീവ്സ്, പട്ട ഇതൊക്കെ വേണമെങ്കിൽ മാറ്റിക്കളയാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് തയ്യാറായി.